നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന്റേത് ഗുരുതര വീഴ്ചയെന്ന് രമേശ് ചെന്നിത്തല. നഴ്സിംഗ് പാസ്സായ കുട്ടിക്ക് ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകാമെന്ന് ആരോഗ്യമന്ത്രി സമ്മതിച്ചുവെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇളയ കുട്ടിയുടെ പഠന ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ കുടുംബത്തിൽ വന്നത് അതുല്യയും അഖിലയും കാണാൻ വേണ്ടിയാണ്. വാസ്തവത്തിൽ ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ജാമ്യത്തിലിറങ്ങുന്ന പ്രതി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ അപ്പോൾ തന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിലടയ്ക്കാൻ കഴിയും. ഈ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞതാണ്, ഈ അച്ഛനെ കൊല്ലും അല്ലെങ്കിൽ അമ്മാമ്മയെ കൊല്ലും, ഭീഷണിയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടും ഒരു ഗൗരവവും പോലീസ് എടുത്തില്ല. ഇത് പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ്. അതൊരു SHOയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഈ കുട്ടികളുടെ അമ്മയെ കൊന്നു, അത് കഴിഞ്ഞ് അച്ഛനെയും അമ്മാമ്മയും കൊന്നു. ഈ കുടുംബത്തെ ആര് സംരക്ഷിക്കും? ആ പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയിലൂടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച ആളിനെ അപ്പോൾ തന്നെ അത് ജാമ്യം ക്യാൻസൽ ചെയ്ത് അയാളെ ജയിലിലേക്ക് അയക്കേണ്ടതാണ്. അതുണ്ടാകാതെ പോയതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇപ്പം ഈ ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ ഈ കുട്ടികളെ ഏറ്റെടുക്കുക. ഞാൻ മന്ത്രി വീണ ജോർജുമായി ഇപ്പോൾ ഫോണിൽ സംസാരിച്ചു. ഈ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് മന്ത്രിയോട് ഈ കുട്ടികൾ സംസാരിച്ചു. നഴ്സിംഗ് പാസ്സായ കുട്ടിക്ക് ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ജോലി കൊടുക്കാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ പഠനം നടത്തുന്ന BCom പഠിക്കുന്ന അതുല്യക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാമെന്ന് ഇപ്പോൾ മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. ജില്ലാ വനിതാ ക്ഷേമ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരും. ഇന്നോ നാളെയോ അവരുടെ വരും. ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എനിക്കൊരു പദ്ധതിയുണ്ട്, ഗാന്ധിഗ്രാം എന്ന്. ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഒരു പദ്ധതിയാണ്. പട്ടികജാതി കുടുംബങ്ങളെയും പാവങ്ങളെയും സഹായിക്കും. അതിൽ നിന്ന് ഞാൻ 50,000 രൂപ ഈ കുടുംബത്തിന് നൽകുന്നതാണ്. ഗാന്ധിഗ്രാം ചെറിയൊരു പദ്ധതിയാണ്. പാവപ്പെട്ടവരെ സഹായിക്കാനും ഗാന്ധിഗ്രാം SC/ST കുടുംബങ്ങളെ സഹായിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ ഗാന്ധിഗ്രാം പദ്ധതിയിൽ നിന്ന് അവർക്ക് 50,000 രൂപ ഞാൻ കൊടുക്കുന്നതാണ്. മറ്റൊരു കാര്യം കൂടി, അന്ന് ഈ പ്രതിയെ പിടിച്ച ദിവസം അന്ന് വലിയ ജനരോഷം ഉണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ അതിനകത്ത് 14 പേർക്കെതിരെ പോലീസ് അതിലെ ശുദ്ധ അനാവശ്യമാണ് പോലീസ് കാണിക്കുന്നത്. എന്താ അവിടെ ഈ 2 പേരെ കൊന്ന സംഭവത്തിൽ ജനങ്ങൾ പ്രതിഷേധിക്കില്ലേ? പോലീസിന്റെ അനാസ്ഥ ജനങ്ങൾ പ്രതിഷേധിക്കില്ലേ? അത് ആ കേസൊക്കെ പിൻവലിക്കേണ്ടതാണ്. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. അത് ഞാൻ DGPയോട് സംസാരിക്കും. ശരിയല്ല ഇത്. കാരണം 2 കുഞ്ഞുങ്ങളെ അനാഥരാക്കി ഒരു കൊലപാതകി 3 പേരെ ആ വീട്ടിലുള്ളവരെ കൊന്നു. സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതിഷേധിക്കില്ലേ? ഇത്രയെല്ലാം ഉണ്ടായോ അവിടെ? ഇത് കൂടുതൽ സംഭവം ഉണ്ടായനേവല്ലോ. വീണ്ടും അവരുടെ പേര് കേസെടുക്കുക. വീണ്ടും 3 ആളിനെ കൊല്ലാൻ വേണ്ടി പരിപാടി ഇട്ട് നടക്കുന്ന ഒരുത്തനാണ്. അപ്പൊ സ്വാഭാവികമല്ലേ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. അതുകൊണ്ട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് ഞാൻ DGPയോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് തിങ്കളാഴ്ച അപേക്ഷ നൽകും. ചൊവ്വാഴ്ച സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. ഈ സമയം ക്രമസമാധാന പ്രശ്നവും പ്രദേശവാസികളുടെ രോക്ഷപ്രകടനവും ഉണ്ടാകുമെന്ന ആശങ്കയുള്ളതിനാൽ 500 പോലീസുകാരെ പോത്തുണ്ടി പ്രദേശത്ത് വിന്യസിക്കുമെന്നാണ് സൂചന. ദൈവങ്ങൾ തന്നെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കുകയാണെന്നാണ് ചെന്താമര പോലീസിനോട് പറഞ്ഞത്. പ്രതി കടുത്ത അന്ധവിശ്വാസിയാണെന്ന നാട്ടുകാരുടെ വാദം കണക്കിലെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോഴായിരുന്നു ഈ മറുപടി. താനുമായി ബന്ധപ്പെട്ടവരെ കേസിലേക്ക് വലിച്ചിഴയ്ക്കാതിരിക്കാൻ മൊഴി നൽകുമ്പോൾ പ്രതി അതീവ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും പോലീസ് സൂചിപ്പിച്ചു. ജാമ്യത്തിലിറങ്ങിയ ശേഷം താമസിച്ച സ്ഥലങ്ങൾ, ജോലി ചെയ്ത ഇടങ്ങൾ എന്നിവ സംബന്ധിച്ച ചോദ്യത്തിന് അവരെയൊന്നും ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട, എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്, എന്നെ മാത്രം വേഗം ശിക്ഷിക്കുക എന്നായിരുന്നു മറുപടി നൽകിയത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം ചെന്താമര താമസിച്ച സ്ഥലങ്ങൾ, ബന്ധപ്പെട്ട ആളുകൾ തുടങ്ങി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ് അന്വേഷണ സംഘം. അതേസമയം ആലത്തൂർ സബ് ജയിലിൽ റിമാൻഡ് ചെയ്ത ചെന്താമരയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പാലക്കാട് AR ക്യാമ്പിൽ നിന്നുള്ള പോലീസ് സംഘത്തിന്റെ കാവലിലാണ് ഇയാളെ രാത്രി വിയൂരിലേക്ക് മാറ്റിയത്. ഇയാളോടൊപ്പം കഴിയാൻ ഭയമാണെന്ന് മറ്റ് തടവുകാർ ജയിൽ അധികൃതരെ അറിയിച്ചതിനെ തുടർന്നായിരുന്നു ജയിൽ മാറ്റം. വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലെ ഒറ്റ സെല്ലിലേക്കാണ് മാറ്റിയത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. രാധയെ കൊന്ന കടുവയെ തപ്പി ഒരു കൂട്ടർ നടക്കുമ്പോഴാണ് മന്ത്രി ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാടുന്നത്. എന്തൊരു അവസ്ഥയാണിതെന്ന് AK ശശീന്ദ്രനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് PV അൻവർ. 4 ദിവസം മുമ്പ് രാധയെ പുലി കടിച്ച്
കൊന്ന് ശവശരീരം തെരഞ്ഞ് ജനങ്ങളാകെ ആ കാട് മുഴുവൻ പരതുമ്പോൾ ലോകത്തിന്റെ ചരിത്രത്തിൽ നമ്മളാരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇതിന് ഉത്തരവാദിക്കപ്പെട്ട ഒരു മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് പാട്ട് പാടുകയാണ്. എന്താ സദസ്? ഫാഷൻ ഷോ. നിങ്ങൾ മനസ്സിലാക്കണം, 10-75 വയസ്സായിട്ട് ഇപ്പോഴും ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഒരു മന്ത്രി തരം താണിരിക്കുന്നു. എന്താണ് ഈ ഒരു മെസ്സേജ്? പാട്ട്, നമ്മളൊക്കെ പാട്ട് കച്ചേരി വെക്കാറുണ്ട്, ഇവിടെ ഇരിക്കുന്ന CP ഒക്കെ ചിലപ്പോൾ പാട്ട് പാടാറുണ്ട്. ആ പാട്ട് എന്തിനു വേണ്ടിയാ? ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ചികിത്സാ ഫണ്ടിന് നമ്മൾ ഗാനമേള വെക്കാറുണ്ട്, ബിരിയാണി ചാലഞ്ച് വെക്കാറുണ്ട്. ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ജനകീയമായ പല കാര്യങ്ങളും നടത്താറുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും, ഞാനടക്കം, അതിലൊക്കെ ആ രീതിയിൽ പങ്കെടുത്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു ചടങ്ങിലല്ല ഇത്. ഏതോ വിദേശത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടി അവരുടെ പരസ്യത്തിന്റെ പ്രചരണത്തിന് ഈ നാട്ടിലെ മനുഷ്യന്മാരെ കരടിയും പൂച്ചയും ഈ പറയുന്ന ആനയും ചവിട്ടി ഞെരിച്ചു കൊല്ലുമ്പോ ഒരു മടിയും കൂടാതെ ജനങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ വിഷയത്തോടുള്ള ഈ സർക്കാരിന്റെ നിലപാട് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് ബഹുമാനപ്പെട്ട UDFന്റെ നേതൃത്വം, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരിവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു നിയമമുണ്ട്. 972 വന്യജീവി സംരക്ഷണ നിയമമുണ്ടാക്കുമ്പോൾ അതിലൊന്ന് 11(1)(a) എന്ന് പറയുന്ന നിയമം, മനുഷ്യരെ ആക്രമിക്കുന്ന, മനുഷ്യരെ കൊല്ലാൻ ശ്രമിക്കുന്ന, മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കേരളത്തിൽ വരാനിരിക്കുന്ന UDF ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ വിഷയം ഇതാണ്. ഇത് ഏറ്റെടുക്കാൻ കഴിയും. 11(1)(a) ഇംപ്ലിമെന്റ് ചെയ്യത്തക്ക രീതിയിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ നൽകിയ അധികാരം അത് ഉപയോഗപ്പെടുത്താൻ ഉദ്യോഗസ്ഥന്മാരെ അതിന് പ്രേരിപ്പിക്കുന്ന, അതിന് നിർബന്ധിക്കുന്ന സംവിധാനം വരാനിരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര വന നിയമത്തിലെ പരിഷ്കരണം മറ്റൊരു വിഷയമാണ്. ഷാഫി പ്രസംഗിക്കുന്നത് വഴിയിൽ നിന്ന് ഞാൻ കേട്ടു. ഇടപെടുമെന്ന് പറയുന്നു. കേരളത്തിലെ മുഴുവൻ MP-മാരും ഇടപെടേണ്ട പ്രശ്നമാണ്. രാജ്യത്തെ 13 സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ 5 സംസ്ഥാനങ്ങളും രാജ്യത്തിന്റെ ആസാം അടക്കമുള്ള, ഛത്തീസ്ഗഡ് അടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്, ഒരു സംശയമില്ല. ഞാൻ വരാൻ പോകുന്ന ആ ഗവൺമെന്റിനോട് ഇപ്പോഴേ അഭ്യർത്ഥിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി UDF-നുണ്ടാകുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ 13 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ പോയി കണ്ട് 972 ഈ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനത്തിലേക്ക് ഈ സംസ്ഥാനങ്ങളെ നയിക്കാൻ വരാനിരിക്കുന്ന UDF-ന്റെ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു ഘട്ടത്തിലാണ് പിണറായിയെ വിട്ട് ജനങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് എന്നത്. എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ ആവർത്തിച്ച് കത്തുകളിലൂടെയും അല്ലാതെയും മുഖ്യമന്ത്രിയെ നേരിട്ടും പാർട്ടിക്കും നിരവധി കത്ത് കൊടുത്തതാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ ജാഗ്രത പുലർത്തണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലുകളും അടച്ചിടുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.